മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി നിർമ്മലാ സീതാരാമനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവരികയാണ്. മുണ്ടക്കൈ ചൂരൽമല ധനസഹായം, എയിംസ്, GST നഷ്ടപരിഹാരം എന്നീ വിഷയങ്ങൾ ചർച്ചയായി. എന്നാൽ ആശാവർക്കർമാരുടെ വിഷയം ചർച്ചയായില്ല. ചർച്ച പോസിറ്റീവ് ആയിരുന്നുവെന്നായിരുന്നു KV തോമസിന്റെ പ്രതികരണം. പക്ഷേ എന്താണ് കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ ആവശ്യങ്ങളൊക്കെ അറിയിച്ചോ? അല്ല, അങ്ങ് ഉണ്ടായിരുന്ന കൂടിക്കാഴ്ച ഈ കേരളത്തിന്റെ ആവശ്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള സമയം ഒരു സമീപനം എങ്ങനെയാണ്? പോസിറ്റീവാണോ? ചർച്ച പോസിറ്റീവാണ് എന്നാണ് മാഷു പറഞ്ഞത്. ഉന്നയിച്ച വിഷയങ്ങളിൽ അനുകൂല നിലപാട് വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തുടർ ചർച്ചകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ട്. നോബൽ മാരിക്കാരൻ, ആശാവർക്കർമാരുടെ സമരം ചർച്ചയായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തെല്ലാം വിഷയങ്ങളാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമായത്? അരുൺ, ദില്ലി കൊച്ചി ഹൗസിൽ 50 മിനിറ്റ് നേരമാണ് മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടുനിന്നത്. ആ കൂടിക്കാഴ്ചയിൽ കുറച്ച് സമയം കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറും പങ്കെടുത്തിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഉന്നയിച്ച വിഷയങ്ങൾ എന്ന് പറയുന്നത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ നിലവിൽ ഒരു വായ്പാ സഹായം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വായ്പാ കാലാവധി എന്ന് പറയുന്നത് ഈ മാസം 31-ന് അവസാനിക്കുകയാണ്. ആ കാലാവധിക്കുള്ളിൽ അത് ചിലവഴിക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ് എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര ധനമന്ത്രിയെ ഈ ചർച്ചയിൽ അറിയിച്ചു എന്നാണ് ഇപ്പോൾ വിവരമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറെ നാളത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് കേരളത്തിലൊരു എയിംസ് വേണം എന്നുള്ളത്. ആ ആവശ്യം ഇന്നത്തെ ചർച്ചയിൽ മുഖ്യമന്ത്രി പ്രതിപാദിച്ചു പോയി എന്ന് വ്യക്തമാവുന്നു. മറ്റൊരു കാര്യം, GST നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം കേന്ദ്രമന്ത്രിയുമായി KN ബാലഗോപാൽ ചർച്ചകൾ ദില്ലിയിൽ നടത്തിയിട്ടുള്ളതാണ്. ആ വിഷയത്തിലും ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുന്നുണ്ട്. അതിലും പരിഹാരം വേണം എന്നാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം അതിവേഗ റെയിലുമായി ഉണ്ടായി എന്ന് അറിയാൻ കഴിയും. 30 മിനിറ്റ് മാത്രമായിരുന്നു ഗവർണർ രാജേന്ദ്ര അർലേക്കർ അതിൽ പങ്കെടുത്ത്. പിന്നീട് അദ്ദേഹം ഗോവയിലേക്ക് മടങ്ങുകയും ചെയ്തു. നിലവിൽ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരുടെ വിഷയം ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായില്ല എന്നാണ് നമുക്ക് വിവരം അവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ വിഷയം പ്രതിപാദിക്കാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്ര ധനമന്ത്രിയോ തയ്യാറായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചയിലേക്ക് ആ വിഷയം പോയില്ല എന്ന് അറിയാൻ കഴിയുന്നു. നിലവിൽ ഇന്നിപ്പോൾ നടന്ന ചർച്ചകൾക്ക് വരും ദിവസങ്ങളിൽ തുടർ ചർച്ചകൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാകും എന്ന വിവരമാണ് നടക്കുന്നത്. ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഒരു അനുകൂല തീരുമാനം കേന്ദ്രത്തിൽ നിന്ന് വേണം എന്ന് മുഖ്യമന്ത്രി ചർച്ചയിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിശദമായി തന്നെ പല കേരളം കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. പക്ഷേ തുടർ ചർച്ചകൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നോബൽ മാരിക്കാരൻ നൽകുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അനുകൂലമായി പ്രതികരിച്ചോ എന്ന് ചോദിച്ചാൽ അനുകൂലമായും പ്രതികരിച്ചില്ല. എതിർപ്പ് പ്രകടിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ചർച്ച പോസിറ്റീവാണ് എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ KV തോമസ് മാഷ് അടക്കമുള്ളവരുള്ളത്.